വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. നഗരസഭാ പരിധിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഹരിതകർമ്മസേന ഈടാക്കുന്ന യൂസർ ഫീ കുറയ്ക്കുക, നഗരസഭാ ബസ് സ്റ്റാൻഡിലേക്കുള്ള ചിറക്കുളം റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ ES ബിജു ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. ഏറ്റുമാനൂർ നഗരസഭ ഓഫീസിന് മുൻവശം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാനായി 5 വർഷം മുമ്പ് അടച്ചുകെട്ടിയ സ്ഥലം ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാതെ കാടുകയറി കിടക്കുന്നത് നഗരസഭയുടെ അനാസ്ഥയുടെ തെളിവാണെന്ന് നഗരസഭ പ്രതിപക്ഷ നേതാവും വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറിയുമായ ES ബിജു പറഞ്ഞു. ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഫയൽ അടച്ചുവെച്ചിട്ട് 5 വർഷത്തോളമായി. ഇത് നഗരത്തിലെ ജനങ്ങളോടും വ്യാപാരികളോടുമുള്ള വെല്ലുവിളിയായി മാത്രമേ കാണാൻ കഴിയൂ. ഷോപ്പിംഗ് കോംപ്ലക്സിനായി ഭൂമി കെട്ടിമറിച്ചപ്പോൾ നഗരസഭയിലേക്കും ബസ് സ്റ്റാൻഡിലേക്കും ആളുകൾക്ക് വരാൻ കഴിയുന്ന എളുപ്പവഴിയും ഇല്ലാതായി. നഗരസഭാ കൌൺസിലിൽ പ്രതിപക്ഷം പലതവണ ഇക്കാര്യം ഉന്നയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നും ES ബിജു പറഞ്ഞു. ഇത് ഏറ്റുമാനൂരിലെ 50,000-ഓളം വരുന്ന സാധാരണക്കാരായ ജനങ്ങളോടുള്ള ഈ നഗരസഭയുടെ വെല്ലുവിളിയായി മാത്രമേ കണക്കാക്കാൻ കഴിയുള്ളൂ. അത്തരമൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഇവിടെ വന്നാൽ അതിന്റെ ഏറ്റവും വലിയ ഗുണം ഇവിടുത്തെ സാധാരണക്കാർക്കും ഇവിടുത്തെ വ്യാപാരികൾക്കും അതോടൊപ്പം തന്നെ ഈ നഗരസഭയുടെ തനതു വരുമാനത്തിലുണ്ടാകുന്ന വലിയ വർധനവുമാണ്. ഇത് കാണാൻ ഈ നഗരസഭയുടെ ഭരണാധികാരികൾ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം. ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ സ്ഥലം അടച്ചിട്ടതിന്റെ ഭാഗമായി ഏറ്റുമാനൂർ ടൗണിൽ നിന്ന് ഈ നഗരസഭയിലേക്കും ഈ ബസ് സ്റ്റാൻഡിലേക്കും വരുന്ന 100 കണക്കിന് ആളുകൾ ദൈനംദിനം യാത്ര ചെയ്തുകൊണ്ടിരുന്ന റോഡ് പൂർണ്ണമായും അടഞ്ഞുപോയി. ഇതെല്ലാം ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായി മാത്രമേ കണക്കാക്കാൻ കഴിയൂ. കോട്ടയം ജില്ലയിലെ ബഹുഭൂരിപക്ഷം നഗരസഭകളിലും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ജൈവ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് ഹരിതകർമ്മസേന 100 രൂപ മാത്രം യൂസർ ഫീ ഈടാക്കുമ്പോൾ ഏറ്റുമാനൂർ നഗരസഭയിൽ മാത്രം ഇത് 150 രൂപയാണ്. ഇത് വ്യാപാരികൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയായിരിക്കുകയാണെന്നും യൂസർ ഫീ 100 രൂപയായി കുറയ്ക്കാൻ നഗരസഭ തയ്യാറാകണമെന്നും ES ബിജു ആവശ്യപ്പെട്ടു. കോട്ടയം ജില്ലയിൽ പാലാ മുനിസിപ്പാലിറ്റിയും ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയും വൈക്കം മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടെയുള്ള മുനിസിപ്പാലിറ്റികളിൽ യൂസർ ഫീസ് 100 രൂപയാണ് ഈടാക്കുന്നത്. ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി ഈടാക്കുന്ന തുക എന്ന് പറയുന്നത് 150 രൂപയാണ്. മറ്റു മുനിസിപ്പാലിറ്റികൾ സ്വീകരിക്കുന്ന അതേ സമീപനം തന്നെ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി സ്വീകരിക്കണമെന്നാണ് ഈ സമരത്തിലൂടെ വ്യാപാരി വ്യവസായ സമിതി ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെടുന്നത്. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ ട്രഷറർ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം അന്നമ്മ രാജു, ഏരിയ സെക്രട്ടറി MK സുഗതൻ, മാർക്കറ്റ് യൂണിറ്റ് സെക്രട്ടറി ND സണ്ണി, യൂണിറ്റ് പ്രസിഡന്റ് ഷിബു വർഗീസ്, സെബാസ്റ്റ്യൻ മാവുപറമ്പിൽ, ഫെലിക്സ്, അലക്സ്, ജോമോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.